ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. റയൽ മാഡ്രിഡിന്റെ ക്രൊയേഷ്യൻ ഇതിഹാസമായ ലൂക്ക മോഡ്രിച്ച് ക്ലബിന്റെ പടിയിറങ്ങുകയാണ്. ഇന്നലെ തന്നെ ഒഫീഷ്യൽ സ്ഥിരീകരണം വന്നതാണ്. ഒരുപാട് വർഷക്കാലം റയലിന് വേണ്ടി കളിക്കുകയും ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കുകയും ചെയ്തിട്ടുള്ള ലെജൻഡ് തന്നെയാണ് മോഡ്രിച്ച്. ബാലൻഡിയോർ പുരസ്കാരം വരെ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. 2012 മുതലായിരുന്നു അദ്ദേഹം റയലിന് വേണ്ടി കളിച്ചിരുന്നത്. ഏതായാലും മോഡ്രിച്ച് ഇനി എങ്ങോട്ടാണ് പോകുന്നത്? അദ്ദേഹത്തിന്റെ സുഹൃത്തായ മിയാറ്റോവിച്ച് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട്. ലൂക്ക മോഡ്രിച്ച് യൂറോപ്പിൽ തന്നെ തുടരാനാണ് സാധ്യത. യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ ഏതെങ്കിലും ഒന്നിൽ മോഡ്രിച്ച് തുടരാനാണ് സാധ്യത എന്നാണ് മിയാറ്റോവിച്ച് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മോഡ്രിച്ച് യൂറോപ്പിൽ തന്നെ തുടരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത ക്ലബ്ബ് ഇംഗ്ലണ്ടിലായിരിക്കാം, അതല്ലെങ്കിൽ ഇറ്റലിയിലോ ജർമ്മനിയിലോ ആയിരിക്കാം. ഒരുപാട് ടീമുകൾക്ക് അദ്ദേഹത്തെ വേണം. നന്നായി കോമ്പറ്റ് ചെയ്യാൻ തന്നെയാണ് അദ്ദേഹവും ആഗ്രഹിക്കുന്നത്. അടുത്ത വർഷത്തെ വേൾഡ് കപ്പിന് റെഡിയാവുക എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഇതാണ് ലൂക്ക മോഡ്രിച്ചിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം സ്പെയിനിൽ തുടരില്ല എന്ന് ഉറപ്പാണ്. കാരണം റയലിനെതിരെ കളിക്കേണ്ടി വന്നേക്കും, അതിന് സാധ്യത കുറവാണ്. മറിച്ച് യൂറോപ്പിലെ മറ്റേതെങ്കിലും ടോപ്പ് 5 ലീഗിലായിരിക്കും ലൂക്ക മോഡ്രിച്ച് ഉണ്ടാവുക. അതേസമയം ഒരുപാട് ഓഫറുകൾ, പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ നിന്നൊക്കെ ഒരുപാട് ഓഫറുകൾ അദ്ദേഹത്തിന് വരാൻ സാധ്യതയുണ്ട്. ഇനി MLS അദ്ദേഹത്തിന്റെ മുന്നിലുള്ള മറ്റൊരു ഓപ്ഷനാണ്. പക്ഷെ യൂറോപ്പിൽ തന്നെ തുടരും എന്നാണ് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്ത് പറയുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.